ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രം ഉത്സവമാണ് മാർച്ച് 10-ാം തീയതി. മാർച്ച് 10-ാം തീയതി കൊടിയേറ്റത്തോടു കൂടിയിട്ടാണ് ഉത്സവം ആരംഭിക്കുന്നത് തന്നെ. 10-ാം തീയതി ഉത്സവം കൊടിയേറ്റം എന്നത് മാത്രമല്ല കേട്ടോ വിശേഷങ്ങള്. രാവിലെ ആനയില്യ ശിവേലിയുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ആനയോട്ടം നടക്കും. മഞ്ജുളാൽ പരിസരത്ത് നിന്നാണ് ആനയോട്ടം ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആദ്യം ഓടിക്കയറുന്ന ആന പോയി കൊടിമരം തൊടുക. അങ്ങനെയുള്ള ആനയെയാണ് വിജയായിട്ട് പ്രഖ്യാപിക്കുക. ആ ആനയ്ക്ക് പിന്നെ ഒരു രാജകീയ അംഗീകാരം തന്നെയാണ്. കാരണം ആനയ്ക്ക് ഒരു കാര്യത്തിനും പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. ആനയ്ക്കുള്ള ഭക്ഷണം വരെ മറ്റുള്ള ആനകളാണ് കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പോ ഉച്ചയ്ക്ക് ചടങ്ങ് ആനയോട്ടം കഴിഞ്ഞാൽ പിന്നെ രാത്രിയാണ് കൊടിയേറ്റം. കൊടിയേറ്റം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം, രണ്ടാമത്തെ ദിവസം രാത്രി, അതായത് മാർച്ച് 11-ാം തീയതി രാത്രിയാണ് ഗുരുവായൂരപ്പനെ സ്വർണ്ണ പഴുക്കാ മണ്ഡപത്തില് വടക്ക് ഭാഗത്ത്, നമ്മളെല്ലാരും ക്ഷേത്രം നാലമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ചന്ദനമൊക്കെ കൊടുക്കണ ഭാഗം, അവിടെയാണ് സ്വർണ്ണ പഴുക്കാ മണ്ഡപത്തില് ഗുരുവായൂരപ്പന്റെ തിടമ്പ് എഴുന്നള്ളിച്ച് വെക്കുക. ഏകദേശം ഒരു 8 മണി 8:30യോട് കൂടിയിട്ട് ഭഗവാനെ അവിടെ എഴുന്നള്ളിച്ച് വെക്കും. രാത്രി ഒരു 12:30 1 മണി വരെയൊക്കെ ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വർണ്ണ പഴുക്കാ മണ്ഡപത്തിലുള്ള ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അത് തന്നെയാണ് അവിടെ നിന്ന് അങ്ങോട്ട് 10 ദിവസവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് 8-ാം വിളക്ക്.